മൗനമാണ് പല സമയത്തും നല്ലത്. പ്രതികരിക്കാൻ പോയാൽ നമ്മൾ തെറ്റുകാരാകും. കാരണം തെറ്റ് ചെയ്യുന്നവർ ന്യായീകരിക്കാൻ ഏറ്റവും മിടുക്കൻ ആയിരിക്കും. മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് ജീവിതപാതയിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത്. കൊഴിഞ്ഞ ഇന്നലെയോ വിടരാതിരിക്കുന്ന നാളെയോ അല്ല ജീവിതം. വിടർന്ന് നിൽക്കുന്ന ഇന്നാണ് ജീവിതം. മോശം സുഹൃത്തുക്കൾ നിങ്ങളുടെ നിഴലുകളിൽ നിന്ന് വ്യത്യസ്തമല്ല. നിങ്ങളുടെ ഏറ്റവും തിളക്കമുള്ള സമയങ്ങളിൽ അവർ നിങ്ങൾക്ക് ചുറ്റും ചുറ്റിത്തിരിയുന്നു. എന്നാൽ നിങ്ങളുടെ ഇരുണ്ട സമയങ്ങളിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യും. നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയില്ലെന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യം ചെയ്യുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. വിവരം ഉയരങ്ങളിലേക്കും വിനയം ഹൃദയങ്ങളിലേക്കും നമ്മെ വളർത്തും. ഇന്നലകൾ ഓർമ്മകളായി, നാളെകൾ പ്രതീക്ഷകളുമാണ്. ജീവിതമെന്നത് ഇന്നാണ്. വിജയിച്ചവരും പരാജയപ്പെടുന്നവരുമായ ആളുകൾ അവരുടെ കഴിവുകളിൽ വലിയ വ്യത്യാസമില്ല. അവരുടെ കഴിവിൽ എത്താനുള്ള ആഗ്രഹങ്ങളിൽ അവർ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. വിജയികളുടെ കഥകൾ വായിക്കരുത്. അതിൽ നിന്നും നിങ്ങൾക്ക് സന്ദേശം മാത്രമേ ലഭിക്കുകയുള്ളൂ. പരാജിതരുടെ കഥകൾ വായിക്കുക. നിങ്ങൾക്ക് വിജയിക്കുവാനുള്ള പ്രചോദനം ലഭിക്കും. രണ്ടു വ്യക്തികൾക്ക് തമ്മിൽ ഒരിക്കലും പരസ്പരം തുല്യമായി സ്നേഹിക്കാൻ കഴിയില്ല. ഒരു വ്യക്തി തീർച്ചയായും കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യുകയും അയാൾക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം നൽകുകയും ചെയ്യേണ്ടി വരുന്നു. ഇത്ര ചെറുതായി ചിന്തിക്കുന്നത് നമ്മൾ നിർത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ഉന്മേഷഭരിതമായ ചലനത്തിനുള്ള പ്രപഞ്ചത്തിന്റെ അതിപ്രധാന ഭാഗമാണ്. ചെയ്യേണ്ടതെല്ലാം ആത്മാർത്ഥതയോടെ ചെയ്യുക. ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ജീവിതത്തിൽ നിരാശരാകേണ്ടി വരില്ല. ഞാൻ പോരാ എന്ന ചിന്തയേക്കാൾ എനിക്ക് പരിമിതികൾ ഉണ്ടാവാം എന്ന ചിന്തയാണ് വേണ്ടത്. നഖങ്ങൾ നീളത്തിൽ വളരുമ്പോൾ നമ്മൾ നഖമാണ് വെട്ടുന്നത്, വിരലുകൾ അല്ല. അതുപോലെ തെറ്റിദ്ധാരണ വളരുമ്പോൾ നിങ്ങളുടെ ഈഗോ ഉപേക്ഷിക്കുക. ബന്ധങ്ങൾ അല്ല ഉപേക്ഷിക്കേണ്ടത്. ആരുടെയെങ്കിലും അടുക്കൽ എന്ത് നല്ലത് കണ്ടാലും അവരോട് അത് പറയുക. നിങ്ങൾ പറയുന്ന കാര്യം അവർ ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കും. ആളുകൾ ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് നിങ്ങളെ ഓർക്കുന്നത് എന്നതിൽ വിഷമിക്കേണ്ട. ഇരുട്ടുള്ളപ്പോൾ അവരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു മെഴുകുതിരി പോലെയാണ് നിങ്ങൾ എന്നത് ഒരു അഭിമാനമായി കരുതുക. ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങളുണ്ടാവും. അന്നു മുതൽ നമ്മൾ സ്വയം സംസാരിച്ചു തുടങ്ങും, സ്വയം തീരുമാനിച്ചു തുടങ്ങും. ജീവിതത്തിൽ നിങ്ങളുടെ കണ്ണുകളെ ആകർഷിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. എന്നാൽ ചിലത് മാത്രമേ നിങ്ങളുടെ ഹൃദയത്തെ ആകർഷിക്കൂ. അവ പിന്തുടരുക. നമ്മുടെ ഓരോ വാക്കുകളും ചിലപ്പോൾ ചിലരുടെ ജീവിതം തന്നെ മാറ്റിയേക്കാം. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക. തെറ്റായ സമയത്ത് ഒരു തെറ്റായ വാക്ക് എല്ലാം ഇല്ലാതെ ആക്കിയേക്കാം. അത് ചിലപ്പോൾ നല്ലൊരു കുടുംബജീവിതം, സൗഹൃദം, വർഷങ്ങളുടെ കഠിനാധ്വാനം, ചിലപ്പോൾ ജീവിതം തന്നെ. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക. നമ്മുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒരിക്കലും അത് മൂടി വെക്കരുത്. തുറന്നു പറയണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട് നമ്മൾ ഒരിക്കലും പുറകോട്ട് പോകരുത്. കാരണം അത് അവരുടെ മാത്രം അഭിപ്രായമാണ്, യാഥാർത്ഥ്യം ആകണമെന്നില്ല. ഇന്ന് ചെയ്യാവുന്ന ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും ഇന്ന് തന്നെ ചെയ്യുക. അത് ഒരു കാരണവശാലും നാളത്തേക്ക് വേണ്ടി മാറ്റിവെക്കാതിരിക്കുക. നിങ്ങൾ ഒരാളെ എത്ര വേണമെങ്കിലും പ്രശംസിച്ചോളൂ. പക്ഷേ അപമാനിക്കുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കണം. കാരണം അപമാനം എന്നത് അവസരം ലഭിക്കുമ്പോൾ നൽകുന്ന വായ്പയാണ്. എല്ലാവരും പലിശ സഹിതം തിരികെ നൽകുന്നു. നമ്മളെ വിമർശിച്ചവരെക്കൊണ്ട് കൈയടിപ്പിക്കുന്നതാണ് യഥാർത്ഥ മറുപടി. ആ കൈയടിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് താങ്ക് യു എന്ന് പറയുന്നതാണ് മെച്യൂരിറ്റി. പ്രണയത്തെപ്പോലെ സൗഹൃദത്തിലും വേണ്ടത് വിശ്വാസമാണ്. സൗഹൃദത്തിൽ വിശ്വാസമുണ്ടായാൽ അത് പ്രണയത്തിനും മേലെയുള്ള വികാരം. ഒരു സ്ത്രീ അവരുടെ യഥാർത്ഥ പ്രായം മറച്ചുവെക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അവർ ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത യുവതിയോ അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട പ്രായമായവരോ ആയിരിക്കും. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ്. വളരെ എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തിയത് പറഞ്ഞു നടക്കുക എന്നതുമാണ്.
ജീവിതം മടുത്തു എന്ന് തോന്നുമ്പോൾ നാം ഒന്ന് നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ മാത്രം മതി. നമ്മളെക്കാൾ തളർന്നിട്ടും പ്രതീക്ഷയോടെ ജീവിക്കുന്നവരെ കാണുമ്പോൾ പിന്നീട് ഒരിക്കലും ജീവിതത്തോട് മടുപ്പ് വരില്ല. പണത്തേക്കാൾ പ്രധാനമാണ് സമയം. നിങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ കഴിയും, എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ സമയം നേടാൻ കഴിയില്ല. വിജയത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന 2 കാര്യങ്ങളാണ് ക്ഷമയും കഠിനാധ്വാനവും. പ്രതിഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക. വിജയം ഉറപ്പായും നമ്മെ തേടിയെത്തും. നിങ്ങൾ മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി ഒരു ജീവിതം നയിക്കാൻ കഴിയില്ല. ഒരു വ്യാജ വാഗ്ദാനത്തേക്കാൾ വ്യക്തമായ തിരസ്കരണം ആണ് എപ്പോഴും നല്ലത്. നിങ്ങളുടെ ചിന്തയുടെ ഗുണനിലവാരം പോലെ ആയിരിക്കും നിങ്ങളുടെ സന്തോഷവും. നിങ്ങൾ നിങ്ങളെത്തന്നെ മതിയാവോളം സ്നേഹിക്കുക. മറ്റൊരാൾക്ക് മുന്നിലും നിങ്ങളുടെ മൂല്യം ഇടിയാൻ അവസരം നൽകരുത്. തനിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ വളരെ നല്ല സുഹൃത്തുക്കളായിരിക്കും. നേതാക്കൾ പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, അനുയായികൾ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. സ്ത്രീകൾ പൊതുവെ പ്രായം കൂടിയ പുരുഷന്മാരെയാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം അവർ കൂടുതൽ പക്വത ഉള്ളതായിട്ടും കാര്യബോധം ഉള്ളതായിട്ടും അവർ കരുതുന്നു. എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് ചെറിയ കാര്യങ്ങൾ മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയും. മറ്റൊരു ലക്ഷ്യം വെക്കുന്നതിനോ പുതിയ സ്വപ്നം കാണുന്നതിനോ നിങ്ങൾക്ക് ഒരിക്കലും പ്രായമായിട്ടില്ല. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കുക. നിങ്ങൾ പുതിയ എന്തെങ്കിലും ശ്രമിക്കുമ്പോൾ അസ്വസ്ഥതയും അനുഭവിക്കാൻ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വളരാൻ കഴിയൂ. പരിശ്രമിക്കാൻ മടിയുള്ളവർക്ക് എല്ലാം അസാധ്യമാണ്, എന്നാൽ പരിശ്രമശാലികൾക്ക് എല്ലാം സാധ്യമാണ്. നിശബ്ദതയേക്കാൾ മനോഹരമായ കാര്യമാണ് നിങ്ങൾ പറയാൻ പോകുന്നതെങ്കിൽ മാത്രം വായ തുറക്കുക. സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനും കഴിയും. വെറും സ്വപ്നങ്ങൾ കാണാൻ മാത്രം ഉള്ളതാകരുത് നമ്മുടെ ജീവിതം. സ്വപ്നം കാണുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാനുള്ളതാണ്. പിന്നിട്ട വഴികളിലെ അനുഭവം പിന്നിടുവാനുള്ള വഴികളിലെ പ്രതീക്ഷയുമാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനുള്ള ഊർജം. മറ്റുള്ളവർ എത്ര മോശമായി നിങ്ങളോട് പെരുമാറിയാലും നിങ്ങൾ തരം താഴരുത്. ശാന്തത പാലിക്കുക, ശക്തനായി നിലകൊള്ളുക. സ്വന്തം ഹൃദയം എറിഞ്ഞുടക്കാനുള്ള കല്ല് പലപ്പോഴും നമ്മൾ തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കാറുണ്ടെന്നതാണ് സത്യം. വിജയിക്കാൻ ഞാൻ എടുത്ത തീരുമാനം ശക്തമാണെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ മറികടക്കുകയില്ല. വിജയം കാണാനും അഭിനന്ദിക്കാനും ഒരുപാട് പേരുണ്ടാകും. എന്നാൽ അതിനു മുമ്പ് നീതി കയറിയ സങ്കടക്കടലുകൾ, പരിഹാസങ്ങൾ എന്നിവയ്ക്ക് വിലയിടാൻ ആർക്കുമാവില്ല, അല്ലെങ്കിൽ ആരും കാണില്ല. നാളെയുടെ പൂമൊട്ടുകൾ തേടിപ്പോകുമ്പോൾ കൊഴിഞ്ഞുപോയ ഇന്നലകളെ മറക്കാതിരിക്കുക. ഒരിക്കൽ നമ്മോടൊപ്പം ആ ഇന്നലകൾ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളിൽ ആളുകൾ ആദ്യം ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ പുഞ്ചിരിയും പിന്നെ നിങ്ങളുടെ കണ്ണുകളുമാണ്. സത്യമാണെങ്കിലും സന്ദർഭം ഉചിതമല്ലെങ്കിൽ പറയരുത്. ബന്ധങ്ങൾ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ 1000 തെറ്റുകളെയും ക്ഷമിക്കും. ബന്ധങ്ങൾ ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒരു തെറ്റ് കാരണമാക്കി അവർ പോകും. നിങ്ങൾ ആളുകളെ പ്രചോദിപ്പിക്കുക, പ്രബുദ്ധരാക്കുക എന്നിവയല്ലാതെ മറ്റൊന്നും ചെയ്യില്ലെന്ന് തീരുമാനിക്കുക. ഒരു വ്യക്തിക്ക് മറ്റൊരാളെ പൂർണ്ണമായും മാറ്റാനാകില്ല. എല്ലായ്പ്പോഴും സ്വന്തം അടിത്തറയിൽ ഉറച്ചു നിൽക്കാൻ മറക്കരുത്. നമ്മുടെ തോൽവി ചിലരുടെ സ്വപ്നമായിരിക്കും, നമ്മുടെ കീഴടങ്ങൽ ചിലരുടെ ആഗ്രഹമായിരിക്കും. ഇവയ്ക്കെല്ലാം അപ്പുറം നമ്മുടെ പോരാട്ടവും നമ്മുടെ വിജയവും നമ്മുടെ മാത്രം ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലെത്താനാണ് നാം ശ്രമിക്കേണ്ടത്. മഹത്തായ ജോലി ചെയ്യാനുള്ള ഒരേയൊരു മാർഗം നിങ്ങൾ ചെയ്യുന്നതിനെ സ്നേഹിക്കുക എന്നതാണ്. നിങ്ങൾ ഇതുവരെ അത് കണ്ടെത്തിയില്ലെങ്കിൽ തിരയുന്നത് തുടരുക. ഒരു വ്യക്തിക്ക് ഒരു രഹസ്യം ആരോടും പറയാതെ സൂക്ഷിക്കാൻ കഴിയുന്നത് 47 മണിക്കൂറും 15 മിനിറ്റുമാണ്. അത് കഴിഞ്ഞാൽ വിശ്വസ്തനായ ഒരു വ്യക്തിയോട് ഇതേപ്പറ്റി സൂചിപ്പിക്കുകയെങ്കിലും ചെയ്തിരിക്കും. ഒരു പൂവിൻ്റെ ഭംഗി ആസ്വദിക്കുന്നത് അത് പുഷ്പിച്ചു നിൽക്കുമ്പോൾ മാത്രമാണ്, അല്ലാത്തപ്പോൾ ആസ്വദിക്കാറില്ല. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. പണവും ആരോഗ്യവും സൗന്ദര്യവും ഉള്ളപ്പോൾ എല്ലാവരും ഉണ്ട്. നമ്മൾ ഒന്ന് വീണുപോയാൽ നമുക്ക് നമ്മൾ മാത്രം. നിങ്ങൾ ആത്മാർത്ഥമായി എന്തെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായി കാത്തിരിക്കരുത്. അക്ഷമനാകാൻ സ്വയം പഠിക്കുക. എപ്പോഴും നിങ്ങളുടെ പരമാവധി ചെയ്യുക. ഇപ്പോൾ നടുന്നത് പിന്നീട് വിളവെടുക്കും. താക്കോൽ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു പൂട്ടിയ വാതിൽ തുറക്കാൻ കഴിയില്ല.
പ്രചോദനം കൂടാതെ വിജയത്തിലേക്കുള്ള വഴി അൺലോക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. പരിശ്രമിക്കാൻ മടിയുള്ളവർക്ക് എല്ലാം അസാധ്യമാണ്. എന്നാൽ പരിശ്രമശാലികൾക്ക് എല്ലാം സാധ്യമാണ്. നിശബ്ദതയേക്കാൾ മനോഹരമായ കാര്യമാണ് നിങ്ങൾ പറയാൻ പോകുന്നതെങ്കിൽ മാത്രം വായ തുറക്കുക. സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനും കഴിയും. വെറും സ്വപ്നങ്ങൾ കാണാൻ മാത്രം ഉള്ളതാകരുത് നമ്മുടെ ജീവിതം. സ്വപ്നം കാണുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാനുള്ളതാണ്.